എത്രയത് ഇത് നമുക്ക് അങ്ങനെ ഒരു ബൾക്ക് ചെയ്യാന്നല്ലേ. കഴിക്കുന്ന സൗണ്ടിലെ കടിച്ചിങ്ങനെ മാതിരി. ഇതിലൊക്കെ എന്താ ഇത് പോളാർ പാരറ്റ് എല്ലാം പേരാണ്. Please tell me all the bad, never good. Fill my head full of every single doubt, yeah. Please say any negative thoughts. I pop off when I hear people say I cannot. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് എത്തിയത് നമ്മളെ തലസ്ഥാന നഗരി തിരുവനന്തപുരം ജില്ലയ്ക്കാട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര വിഷ്ണുപുരം സ്ഥലത്താണ്. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഫിഷ് ഫാമിലേക്കാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഫാമിന്റെ പേര് അക്വാ ഫിഷ് സോൺ. അപ്പോൾ ഇവിടെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഗപ്പികള്, പ്ലാറ്റുകള്, പിന്നെ പോളാർ ബ്ലൂ, പിന്നെ കൊയ്ക്കാർപ്പള് എല്ലാം ഈ ഒരു ഫാമിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫാമിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയത്. അപ്പോൾ ഇന്നത്തെ ഫാം വീഡിയോ നമ്മൾ ഇവിടെയാണ്. അപ്പോൾ എല്ലാം ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ. അപ്പൊ പേരെന്താ? പേര് അരുൺ. അരുൺ. അപ്പൊ ശരിക്കും തിരുവനന്തപുരം നെയ്യാറ്റിൻകര എന്ന് പറയും. നെയ്യാറ്റിൻകരയില് പെരുമ്പഴത്തൂർ, അവിടെ വിഷ്ണുപുരം ക്ഷേത്രമുണ്ട്, അതിനടുത്താണ്. അപ്പൊ വലിയൊരു ഫാം തന്നെയാണല്ലോ പോയിരിക്കുന്നത്. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് നമ്മള് ഗപ്പികൾ അല്ലേ? മെയിൻ ഗപ്പിയാണ്. ഇപ്പൊ ഗപ്പിയാണ്. എത്ര ഐറ്റം ഗപ്പികളുണ്ട്? ഒരു 35 വെറൈറ്റി ഉണ്ട്. സെയിലിനായിട്ട് ഒരു 25 വെറൈറ്റി കാണും. സെയിലുണ്ട്. അപ്പൊ എത്ര ഐറ്റം ഗപ്പികളുണ്ട് നമുക്കിവിടെ? നമുക്കൊരു 25 വെറൈറ്റി അല്ലാണ്ട് കൊടുക്കാറുണ്ട്. ടോട്ടൽ നമ്മൾ 35 വെറൈറ്റി ചെയ്യുന്നുണ്ട്. ഗപ്പികൾക്ക് പുറമെ കോയിക്കാർപ്പ്, ഗോൾഡ് ഫിഷ്, ഏഞ്ചല്, പോളാർ പാരറ്റ്, വിഡോ, വേൽറ്റെയിൽ സീബ്ര, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മളെ ഗപ്പികൾ തന്നെ നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഗപ്പികൾ നോക്കിയിട്ട് നമ്മളെ പ്ലാറ്റുകൾ പിന്നെ ബാക്കിയുള്ള ഫിഷുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ അവരോട് നമ്മൾ ഇവിടുന്നാണ് തുടക്കം അല്ലേ? അപ്പൊ ഇത് സിമെന്റ് ടാങ്ക് കൂടെ തുടങ്ങി. സിമെന്റ് ടാങ്ക് ഇത് ഒരു 5 വർഷം മുന്നേ ചെയ്ത ടാങ്കുകളാണ്. ഇതല്ലേ അല്ല, തുടക്കം പോണ്ടിന്നാണ്, വലിയ പോണ്ട്. അതിൽ നിന്നാണ് അടുത്ത് പിന്നെ ചെറിയ ചെറിയ ടാർപ്പ കുളമായി, അതിൽ നിന്ന് പിന്നെ സിമെന്റ് ടാങ്കിലോട്ടായി. അങ്ങനെ ഇതിൽ കാണുന്ന നമ്മളെ തിലാപ്പിയ. പിന്നെ നമ്മളെ കാർപ്പ് കോയിക്കാർപ്പ്. അടുത്തൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോ ഇനി ഇവിടെ നമുക്ക് ഗപ്പികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു വിശേഷമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ നമ്മളെ പോളാർ പാരറ്റ് അത് ഇവിടെ ഗംഭീരമായിട്ട് ഇവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഒരു സംഭവമാണ്. അതിന്റെ വൈറ്റും ഉണ്ട്, ബ്ലൂ ഉണ്ട് അല്ലേ? അതിന്റെ നമുക്ക് ബ്രീഡിങ് പെയറും ഉണ്ട്, പിന്നെ കൺഫേം ബ്രീഡിങ് പെയറും ഉണ്ട്, പീസായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മൊത്തമായിട്ട് ഉണ്ടാവും, ചില്ലറായിട്ട് രണ്ടും ഇവിടെ ഉണ്ട്. അപ്പൊ അതിവിടെ ബ്രീഡ് ചെയ്തിട്ട് അത് മൊത്തമായിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട്. പിന്നെ വിഡോ ടെട്രാസ് ഉണ്ട്, പിന്നെ നമ്മളെ ഗപ്പികളുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് വലിയ സെക്ഷൻ അവിടെ കിടക്കുന്നുണ്ട്, നമുക്ക് അവിടേക്ക് പോയി നോക്കാം. വലിയൊരു സെക്ഷനിലേക്കാണ് നമ്മൾ എത്തിയത്. സംഭവമുള്ളത് ഇവിടെ സിമെന്റിന്റെ ടാങ്ക്, ചെറിയ സിമെന്റ് ടാങ്കാണ്. ഇത് വന്നിട്ട് 4 അടി നീളം, 2 അടി വീതി, 1.5 അടി ഹൈറ്റ്, അതിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് അവിടെ ഫുള്ള് ഗപ്പിയുടെ സെക്ഷൻ. ഗപ്പി ഇതെല്ലാം ഫുള്ള് ഗപ്പിയാണ്. ശരിക്കും ഇവിടെ ആക്ച്വലി ഗപ്പികൾ എങ്ങനെയാണ് ഇത് ഗ്രോ ഔട്ട് ചെയ്യണതാണ്? ഗ്രോ ഔട്ട് ആണ്. ബ്രീഡിംഗ് യൂണിറ്റ് വേറെയാണ്. ഗ്രോ ഔട്ട് ഒരു 2 സെക്ഷൻ തന്നെ ഉണ്ട്. അതിൽ ഒരു സെക്ഷനാണ് ഈ ടാങ്ക്. നമുക്കിവിടെ മൊത്തം എല്ലാ ഗപ്പികൾക്ക് മാത്രമായിട്ട് ഇത്ര ടാങ്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ടോട്ടൽ പറയുകയാണെങ്കിൽ ഫ്രിഡ്ജ് ബോക്സ് വന്നിട്ട് തന്നെ ഒരു 300 അടുപ്പിച്ചുണ്ട്. 300 ഉണ്ട്. അടുത്തൊരു യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇരിക്കുന്നു. പിന്നെ സിമെന്റ് ടാങ്ക് ഏതാണ്ട് ഒരു 90 സിമെന്റ് ടാങ്ക് ഉണ്ട്. അപ്പൊ ആകെ നമ്മള് 25-30 വെറൈറ്റി, അതിന് ഇത്ര ടാങ്കുകൾ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിട്ടല്ലേ? 35 വെറൈറ്റി ഗപ്പികൾ ചെയ്യണ്ട. അപ്പൊ ഏകദേശം ഒരു 400 ടാങ്കുകൾ ഉണ്ട്. 400 പിന്നെ ഫ്രിഡ്ജ് ബോക്സ്, അത് പോയിട്ട് ഗ്ലാസ് ടാങ്ക്, ബേസിന്, അങ്ങനെ ഉണ്ട്. പിന്നെ അല്ലാണ്ട് വലിയ പോണ്ടിലൊക്കെ വേറെ കോയി, കാർപ്പ്, ഗോൾഡ് അങ്ങനെയൊക്കെയാണ്. നമ്മളെ ഗപ്പിക്ക് വേണ്ടി ഈ 400 ടാങ്കുകൾ 500 ചിലപ്പോൾ ഉണ്ടാവും. എണ്ണാൻ പറ്റാത്ത രീതിയിലല്ലേ? അപ്പൊ അത്രയും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് വേറെ സെക്ഷൻ അവിടെയും കണ്ടിട്ട് നമുക്ക് ഗപ്പികൾ കാണാം. പിന്നെ വലിയ സെക്ഷനൊക്കെ എത്തിയല്ലോ നമ്മള്. ഇത് വലിയ പോണ്ട്. എന്താ ഇത് നമ്മൾ ആക്ച്വലി ചെയ്യണമെന്ന് പറഞ്ഞാൽ കോയിക്കാർപ്പ് ബ്രീഡ് ഇറക്കാൻ വേണ്ടിയുള്ള ടാങ്കാണ്. പിന്നെ അപ്പുറത്ത് നമ്മൾ ഫ്രിഡ്ജ് കേസുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് കേസ് അതിനകത്തെല്ലാം പറഞ്ഞാൽ ഗപ്പി, പ്ലാറ്റി അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഫാം തന്നെയല്ലേ? അപ്പൊ നമ്മൾ ആദ്യം അതുകൊണ്ടാണ് ഞാൻ മൊത്തം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെ കൊണ്ട് പറഞ്ഞത്. ഇതാണ് വലിയൊരു ബിഗ്ഗസ്റ്റ് ഫാം. അപ്പോൾ കോയിക്കാർപ്പിന് വേണ്ടി ഇവിടെ വലിയ സെക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ തലക്കിൽ നമ്മളെ ഗപ്പികൾ, പ്ലാറ്റുകൾ ഒക്കെ അവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എത്ര ഐറ്റം കാണിക്കാണ്ടാവുമ്പോ? നമുക്കൊരു 25 ഐറ്റം ഗപ്പികളുണ്ട്. അപ്പൊ നമ്മളെ ഗപ്പികൾ അതൊരു സംഭവമാണ്. ഏറ്റവും ഫിഷില് ഏറ്റവും കൂടുതൽ പാവത്താനമായ സംഭവം ഗപ്പികൾ അല്ലേ? ഒരു ക്രൂരനായ ഒരു മനുഷ്യൻ ശരിക്കും ഈ ഒരു ഗപ്പികളെ വളർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ആ ഗപ്പിയുടെ സ്വഭാവം കിട്ടുന്നതാണ് അല്ലേ? അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആരാധകർ നമ്മളെ ഗപ്പിക്ക് ഉണ്ടാവാനുള്ള കാരണം.
അത്രയും പാവത്തന്മാരാണ്. നമുക്ക് വളരെ ഏത് ചെറിയ കുട്ടികൾക്കും എടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഗപ്പികൾ. അതാണ് എവിടെ നോക്കിയാലും ഏത് ചെറിയ വീട്ടിൽ നോക്കിയാലും ഗപ്പില്ലാത്തൊരു സംഭവമാണ്. എല്ലാ വീട്ടിലും ഉണ്ടാവും. ഇപ്പൊ ഒരുവിധം വീട്ടിൽ നമ്മൾ ഗപ്പികളായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഏകദേശം 25ഓളം വെറൈറ്റി ഗപ്പികൾ ഇപ്പോൾ ഇവിടെ കൊടുക്കാനായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഗ്ലാസ്സിക്ക് എടുത്തിട്ട് അതിന്റെ മാർക്കറ്റ് റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഗപ്പികൾ ഇവിടെ മൊത്തമായിട്ടുണ്ട്. അതായത് ചില്ലറയും മൊത്തമായിട്ട് പറഞ്ഞാൽ ഒരുപാട് ബൾക്കായിട്ട് 100 പീസ് 200 പീസ് അങ്ങനെ കൊടുക്കാനുള്ളതാണ്. അപ്പൊ അങ്ങനെ കൊടുക്കാനുള്ളത് ഇപ്പോൾ ഏതാണ് ഇപ്പോൾ ഉള്ളത്? മൊത്തമായിട്ട് കൊടുക്കുക ഒരു 5 വെറൈറ്റി ഉണ്ട്. 5 വെറൈറ്റി ഏതൊക്കെ? റെഡ് ഡ്രാഗൺ, ഫുൾ ബ്ലാക്ക്, പ്ലാറ്റിനം വൈറ്റ്, പിന്നെ ഫുൾ ബ്ലാക്കിൽ തന്നെ ഇയർ, പിന്നെ ചില്ലി മൊസൈക്ക്. അതും കൊടുക്കാം. ഇത്രയും ബൾക്ക് കൊടുക്കാനുണ്ട്. ബൾക്ക് മിനിമം എത്ര ഓർഡർ വേണമെന്നുണ്ടോ? നമ്മളിപ്പോ കൊടുക്കണെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 25 പേർ, ഒരു ഐറ്റത്തിൽ നിന്ന് 25 പേർ, 50 പീസിന് മിനിമം എടുക്കണം. അത് നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. കൊടുക്കും. ഇവിടെ വന്നിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ ഹോൾസെയിലുള്ളത് അത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. നമ്മൾ ആദ്യം ഇവിടേക്കാ വരുന്നത് അല്ലേ? ഇവന്റിന്റെ ഇടയ്ക്ക് ഇവിടെ ഇപ്പൊ ഏതാണ്? ഇത് റെഡ് ഡ്രാഗൺ. ബൾക്ക് ചെയ്യാന്നല്ലേ? കൊറേ ഉണ്ടല്ലോ. ഈ ഗ്ലാസ്സിൽ കാണിക്കണതാണ് ഇപ്പൊ കൊടുക്കാനുള്ളത്. ഇത് നമുക്ക് മൊത്തമായിട്ട് ഇവിടെ കൊടുക്കാണ്ടാവും. റെഡ് ഡ്രാഗൺ ചെയ്യുന്ന ടാങ്കുകൾ ഏതൊക്കെയാ? റെഡ് ഡ്രാഗണിന് വേണ്ടി മാത്രം നോക്കുകയാണെങ്കിൽ ഒരു 75ഓളം ടാങ്ക് അതിന് വേണ്ടി മാത്രം തന്നെ ഉണ്ട്. ബ്രൂഡിന് തന്നെ ഒരു 20ഓളം ടാങ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കൊടുക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് ചില്ലറായിട്ട് എങ്ങനെ മാർക്കറ്റ് റേഞ്ച് വരും? 100-150 ആ റേഞ്ച്. നമുക്കിവിടെ ഫിഷ് സ്റ്റാർട്ട് ചെയ്യണ 100-150 ഗപ്പി തുടങ്ങണം. അതെ. ഇത് നമുക്കൊരു എന്താ പറയാ, വേറെ കളറൊന്നും ഇല്ല, ഇറങ്ങില്ലല്ലോ? ഇല്ല. നല്ല ഫീമെയിൽ, നല്ല ബോഡി തിക്നെസ് ഫീമെയിലിന് മെയിലിന് നല്ല ബോഡി തിക്നെസ് ഉണ്ട്. അപ്പൊ അത് നമ്മള് മൊത്തമായിട്ട് എടുക്കുമ്പോ അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. നല്ല വ്യത്യാസം വരും. പിന്നെ എപ്പോഴും ഇത് നമുക്ക് കൊടുക്കാൻ കാണണമെന്നില്ല. ഹോൾസെയിൽ മാറ്റം വരും. അപ്പൊ ചുരുക്കം പറഞ്ഞത് എത്ര സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ ഇതിലുള്ള സെറ്റപ്പ് ആക്കിയുള്ളത്? 1 ഏക്കർ അടുത്തുണ്ട് അല്ലേ? അപ്പൊ അടുത്ത ഒരു കൂടാരത്തേക്ക് എത്തിട്ടോ. ഇതിനുള്ള എന്താ സംഭവം? പ്ലാറ്റിനം വൈറ്റിന് വേറെ സെക്ഷൻ ആക്കി തിരിച്ചിട്ടുണ്ട്. കാരണം മൊത്തമായിട്ട് കൊടുക്കാൻ വേണ്ടി. പ്ലാറ്റിനം വൈറ്റ് അപൂർവമായിട്ടാണ് പ്ലാറ്റിനം വൈറ്റ് ഒക്കെ ഹോൾസെയിലായിട്ട് മൊത്തമായിട്ട് ചെയ്യുന്നത്. കാരണം പ്ലാറ്റിനം വൈറ്റ് എന്ന് പറഞ്ഞാൽ അൽബിനോ വെറൈറ്റിയാണ്. അപ്പൊ അങ്ങനെ അത്ര ബൾക്കായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അരുൺ ഇവിടെ അത് ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് നോക്കി നോക്കാം. എത്ര കേസിലാണ് പ്ലാറ്റിനം വൈറ്റ് ചെയ്യുന്നത്? ഇതിനകത്ത് ഏതാണ്ട് ഒരു 65ഓളം ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട്. ഇതെല്ലാം പ്ലാറ്റിനം വൈറ്റ് തന്നെയാണ്. പ്ലാറ്റിനം വൈറ്റ് ഇത്ര എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ നല്ല ബൾക്കായിട്ട് ഉണ്ടാകുന്നില്ലേ? നമുക്ക് ഗ്ലാസ് ഒക്കെ എടുത്ത് നോക്കാം. അപ്പൊ ഇതാണ് കാണിക്കുന്നത്. അതാണ് പ്ലാറ്റിനം വൈറ്റ് കാണിക്കുന്നത് അല്ലേ? നമുക്ക് മൊത്തമായിട്ട് റീറ്റെയിൽ ആയിട്ടും ഉണ്ടാവും. എങ്ങനെ ചില്ലറായിട്ട് എങ്ങനെ മാർക്കറ്റ് റേഞ്ച് വരുന്നത്? നമുക്കിത് 100-150 റേഞ്ച് തന്നെ വരുന്നത്. ഇതിലിങ്ങനെ മൊത്തത്തിൽ കാണിക്കുമ്പോഴത്തേക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് കറക്റ്റ് ആണെന്ന് കാണാൻ പറ്റാത്തത്. ഒക്കെ ഉണ്ടല്ലേ പ്ലാറ്റിനം വൈറ്റുകള്? അപ്പൊ നമ്മൾക്ക് ഇത് ഇത്രയും സെറ്റ് ആക്കാൻ വേണ്ടിട്ട് ബ്രൂഡ് അങ്ങനെ എത്ര ചെയ്യുന്നുണ്ട്? നമുക്കിപ്പോ ഇതിന് കൗണ്ട് കുറവ് മതി. ബ്രൂഡ് മതി. ഇത് നമുക്കെങ്കിലും ഒരു 50-100 അടുപ്പിച്ചുള്ളത് ഇതുണ്ട്, ബ്രൂഡുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ടാങ്കിനകത്ത് 100 കുഞ്ഞിറങ്ങുമ്പോഴത്തേക്കും ഒരു ടാങ്കിനകത്ത് 100 പീസ് അങ്ങനെയാണ് കൗണ്ട് ചെയ്താണ് ഇറങ്ങണത് ഇതിനകത്ത്. ഇപ്പൊ വലുതായാലും മെയില് ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്ത് അതും 100 വെച്ചാണ് എണ്ണി ഇറക്കണം ഓരോ ടാങ്കിലും. അങ്ങനെ ഉണ്ടല്ലേ? ഓരോ ടാങ്കിലും ഇത്ര കണക്ക് ടാങ്കിൽ മാറ്റും. പിന്നെ എല്ലാം മെയില് ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്താണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള. ഈ വെറൈറ്റി അല്ല, എല്ലാ വെറൈറ്റി അങ്ങനെ തന്നെ. നിർത്തൂല. ഇല്ല. പ്ലാറ്റിനം വൈറ്റുകളല്ലേ? ഓരോ ബാച്ചായിട്ട് തിരിച്ചത്. അതിന്റെ ബ്രൂഡുകളല്ലേ? അമ്മ ഫീമെയിലൊക്കെ സൈസ് ആയിട്ടില്ലേ? വെറുതെ നല്ല ഹോൾസെയിൽ ചെയ്യാൻ പറ്റുന്നത്. അടിപൊളി. ഒരു കൈയിന്റെ അത്ര വലിപ്പുണ്ടല്ലേ നമ്മളെ ഫീമെയില്? അതെ.
സെറ്റപ്പ് ആക്കി അല്ലേ? ഇതിപ്പോ എത്ര ബ്രീഡും പേരാളുണ്ട് പോയി കിടക്കണോ? ഇതിപ്പോ പേർ അങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ ഒന്നിനകത്ത് 15 പീസ് ഫീമെയില്, 10 പീസ് മെയില്. അങ്ങനെ മെയിലെണ്ണം കുറച്ചിട്ട്. ഇവിടെ ഇതില് കുഞ്ഞുങ്ങളെ ഒന്ന് പുറത്തിറങ്ങി കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങണതിന് അടുത്ത് ഇവിടെ ഇതിനകത്ത് തന്നെയാണ്. ഇതിനകത്ത് അടുത്ത് ഓരോ ടാങ്ക് അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് അവിടെ നിന്ന് സെറ്റ് ചെയ്തുകൊണ്ട് വരും. മാറ്റി മാറ്റി വരും. ഒരു അരുവേന്ന് ഇങ്ങനെ അടുത്ത് 1 മാസം ആകുമ്പോഴത്തേക്കും അടുത്ത് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ ഈ സമയത്തൊക്കെ എന്തായിരിക്കും ഫുഡൊക്കെ? ഇത് നമ്മളിവിടെ ലൈവ് കൊടുക്കുന്നുണ്ട്, മീൻസ് RTMA കൊടുക്കുന്നുണ്ട്, പിന്നെ മൊയിന, മെയിൻ മൊയിനയാണ്. എല്ലാ ഫുഡും കൊടുക്കുന്നുണ്ട്. പിന്നെ പെല്ലറ്റ്. അടുത്തത് ഇത് ഫുൾ ബ്ലാക്ക്. എന്താ ഇത് വലിയ സൈസ് വെക്കൂലേ ഫുൾ ബ്ലാക്ക്? ഇതിപ്പോ കാണിക്കുന്നത് നമ്മള് ഗ്ലാസ്സിൽ കാണിക്കുന്നത് ഈറില്ലാത്തതാണ്. ഇത് നമുക്ക് എങ്ങനെ റീറ്റെയിലൊക്കെ വരുന്നത്? ഇത് 100-150 റേഞ്ച്. എല്ലാം സെയിം ആയല്ലേ? നല്ല പവർഫുൾ ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടൂല്ലേ? അപ്പൊ ഈ ടാങ്കിൽ ഇപ്പൊ എത്ര ചെയ്യണത്? ഇത് കുറഞ്ഞതൊരു 1000-ന് മേളില് പേര് കാണും. നമ്മള് ഇതിനകത്ത് എയറേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ദിവസത്തിലൊരിക്കൽ വെള്ളം സൈഫൺ ചെയ്ത് കളയും. അങ്ങനെ അതാണ് ഇത്രയും നമുക്ക് ഡെൻസിറ്റിയിൽ ഇവിടെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റണം. അപ്പുറത്തോ? ഇത് ഇല്ല, ഇത് നോർമൽ, അത് ഇയർ. അപ്പൊ അടുത്ത് നമുക്ക് ഇയർ ഉള്ളത് നോക്കാം. ഇത് എന്താ പറയാ, നല്ല ലെങ്ത് വരും അല്ലേ? ടെയിൽ ലെങ്ത് നല്ല വരും. വലിയ ടെയിലായിരിക്കും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് റേഞ്ച് അല്ലേ? അതെ. ഇത് നമുക്ക് ഇവിടെ മൊത്തമായിട്ട് കൊടുക്കാനുള്ളത്. പിന്നെ ഫീമെയില് അത്യാവശ്യം നല്ല ഇരുണ്ട കളർ വരും. അധികം ഫീമെയില് ഗപ്പികളില് ഫീമെയിലിനാണ് കളർ വരാറില്ല. ഈ ഫുൾ ബ്ലാക്കിന് ഫീമെയിലിന് അത്യാവശ്യം കളർ, നല്ല ബ്ലാക്ക് കളർ കയറി വരും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഉള്ള സംശയമാണ്. ഇപ്പൊ ഈ മൊത്തമായിട്ട് ഇപ്പൊ വിവിധ ആൾക്കാർക്ക് മൊത്തമായിട്ട് ഇപ്പൊ പലരും വീട്ടു വളർത്തുന്നവർക്ക് സഹായിക്കുന്നില്ല, മൊത്തമായിട്ട് ആവില്ല എത്രയായാലും. അപ്പൊ അതിന് ഇവിടെ എന്താണ് യൂസ്, എങ്ങനെയാണ് വളർത്തുന്ന കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് അങ്ങനെ കൊമേഴ്ഷ്യലായിട്ട് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ടാങ്ക് വേണം. ഇപ്പൊ ഒരു വെറൈറ്റി ചെയ്യണമെങ്കിൽ തന്നെ അത്രയും ടാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ. കാരണം ഇപ്പൊ ഗപ്പി എന്ന ഒരു സ്ട്രെയിൻ തന്നെ ചിലത് ഒരു 30-50 കുഞ്ഞുങ്ങൾ ഒരു ടൈം ഇടും. അപ്പോഴത്തേക്ക് അത് മാറ്റാൻ വേണ്ടി അത്രയും ടാങ്ക് നമുക്ക് ആവശ്യമുണ്ട്. മെയിൻ അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫീഡ് കറക്റ്റ് നോക്കാൻ പറ്റണം. നമുക്ക് വാട്ടർ ചേഞ്ചും അങ്ങനെ നോക്കാൻ പറ്റിയാല് നമുക്ക് കാര്യമുള്ളൂ. ചില ഫീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എണ്ണമായം അങ്ങനെയൊക്കെ കാണും. ചിലത് കലങ്ങും, വെള്ളത്തിൽ കലങ്ങും. നമുക്ക് കൊടുക്കാൻ മാക്സിമം ലൈവ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതാണ്. പിന്നെ നമ്മൾ സെലക്ഷൻ ഇന്ന ഗപ്പികളാണ് സ്കൂളിൽ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഗപ്പികളും ഇല്ലേ? ഉണ്ട്. ആൽബിനോ വെറൈറ്റീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് കുഞ്ഞുങ്ങൾ ഒരുപാട് കഴിക്കും. അപ്പൊ നമുക്ക് അതനുസരിച്ച് കേജും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വേണം അത് നോക്കാൻ വേണ്ടി. ബ്ലാക്ക് ഐസ് ആയിട്ടും നല്ലത് അല്ലേ? ഇപ്പൊ തുടക്കക്കാർക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഐ ആണ് നല്ലത്. ഇങ്ങനെ മൊത്തം ചെയ്യാൻ കണക്കിന്. ഇനി നമുക്ക് ഇതേമാതിരി ഏതാണുള്ളത്? ചില്ലി മൊസൈക്ക് ഉണ്ട്. ചില്ലി മൊസൈക്ക് കൂടി ഇതേമാതിരി ഇത്രയും ക്വാണ്ടിറ്റിയിലൂടെ ചില്ലി മൊസൈക്കുകളും ചെയ്യുന്നുണ്ട്. ഇത് നോക്കാം. അപ്പൊ നമ്മൾ ഇൻട്രോയിൽ കാണിക്കാത്ത അടുത്തൊരു സെക്ഷനിലേക്ക് എത്തി. വലിയൊരു സെക്ഷന്. ഇതിപ്പോ എന്താ അരുടെ? ഇത് ബ്രീഡിംഗ് യൂണിറ്റ്, ബ്രീഡിങ്ങിന്റെ സെക്ഷൻ. ഇവിടെ നമ്മൾ ചില്ലി മൊസൈക്കിന്റെ മൊത്തമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോക്കാം. ബ്രീഡിങ്ങിനായിട്ട് ഫ്രിഡ്ജിന്റെ കേസിലാണ് ചെയ്യുന്നത്. അടിപൊളി. ഇവിടെ എത്ര ഫ്രിഡ്ജ് കേസുകൾ ചെയ്യുന്നുണ്ട്? ബ്രീഡിംഗ് കേസ് ഫ്രിഡ്ജ് ബോക്സ് വന്നിട്ട് 105 ബോക്സ് ഉണ്ട് ഇതിനകത്ത് മാത്രം. ചില്ലി മൊസൈക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണത്. നമ്മൾ ഈ ഗ്ലാസ്സിൽ കാണിക്കുന്നതല്ലേ ഇപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ 600-150 ആ റേഞ്ച്. പ്ലാറ്റിനം കളർ ഫില്ലായി വരും അല്ലേ? ഫില്ലായി അങ്ങനത്തെ ആയിട്ട് പഴയ മോഡലാണ്. ഇത് എത്ര ഫ്രിഡ്ജ് കേസ് ചെയ്യുന്നുണ്ട് നമ്മൾ ചില്ലി മൊസൈക്ക് മാത്രം? ചില്ലി മൊസൈക്ക് ഒരു 50ഓളം ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട്. അപ്പൊ അതിലൂടെ നമ്മളിപ്പോ മൊത്തമായിട്ടുള്ളതൊക്കെ കണ്ടു. ഇനി നമുക്ക് ചില്ലറ ആയിട്ടുള്ള കൊടുക്കാം അല്ലേ? അത് നമുക്ക് 10, 25, 22 റേറ്റുകൾ ഉണ്ടാവും അല്ലേ? 22 5 റേറ്റ് നമ്മൾ നോക്കി 20 ഉണ്ടാവും. 20 മൊത്തം ടോട്ടൽ 35 വെറൈറ്റി ഉണ്ട്. അത് കൊടുക്കാൻ ആയിട്ടുണ്ടാവില്ല.
അപ്പൊ നമുക്ക് ഇനി കൊടുക്കാനുള്ള ചില്ലറായിട്ടുള്ളതും നോക്കാം. ഓ എന്താ ടെയിൽ വരുന്നല്ലേ, നല്ല പ്രിന്റ് വരും ടെയിൽമല്ലേ, നല്ല സൈസാണ്. ബോഡി മെലിഞ്ഞിട്ട് ടെയിൽമേലാണ് വളർച്ച കൂടുതൽ വരുന്നത്. അടിപൊളി ജാഗ്വർ. ഓക്കെ, ഇല്ല നമുക്ക് ഈ കളറിനല്ല നമുക്ക് കിട്ടലുള്ളൂ. ഇല്ല, ഈ ഒറ്റ കളറേ ഉള്ളൂ. ഇതെങ്ങനെയാ നമുക്ക് മാർക്കറ്റ് റേഞ്ച് വരും? ഇതൊരു 150-200 ആ റേഞ്ചിലാണ് മാർക്കറ്റിൽ വരുന്നത്. ഇതിപ്പോ നമ്മൾ എടുത്തത് ടോപ്പാസ് ബ്ലൂ. ഓ, ഇതില് 2 സ്ട്രെയിൻ ഉണ്ട്. നമ്മളിപ്പം ഒരു സ്ട്രെയിൻ ആണ് ഇവിടെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നല്ല വലിയ ടെയിലായിട്ട് വരും ഇത്. ഇതിന്റെ ഇത്ര ടെയില് വരാത്ത ടൈപ്പ് ഒന്നുണ്ട്. 2 ടൈപ്പ് ഉണ്ട്. അതെ. ഇത് റിബൺ അല്ലല്ലോ? ഇല്ല, നോൺ റിബൺ ആണ്. ആൽബിനോയിൽ വരുന്നത്. ആൽബിനോ ലൈറ്റ് അപ്പ് ഒക്കെ നമ്മൾ ഇരുണ്ടതിൽ കാണിക്കുമ്പോൾ ആ ടെയിൽമ ഒരു ബ്ലൂ കളറിൽ കാണും. അതെ. ഇതെന്താ റേഞ്ച് വരും മാർക്കറ്റില്? ഇത് 250 ആ റേഞ്ച് വരും. ആ റേഞ്ചിൽ തുടങ്ങുന്നതാണ്. നമ്മളെ ഗ്ലാസ് കോരിയത് ഇത് ജാപ്പനീസ് ബ്ലൂ. ഇത് നമ്മളെ ജാഗ്വറിന്റെ പറഞ്ഞ മാതിരി ടെയിലിനാണ് അതിന്റെ പ്രാധാന്യം ചുരുക്കം പറയാം അല്ലേ? അതെ. പഴയ സ്ട്രെയിൻ ഇപ്പോഴും ആളുകൾ വരുന്നോണ്ടാണ് ഇത് ഇപ്പോൾ ഇവിടെ കീപ്പ് ചെയ്തത്. അതെ. ഇതിപ്പോ എങ്ങനെ മാർക്കറ്റ് റേഞ്ച് വരും? ഇത് 100-150 ആ റേഞ്ച് തന്നെ. ഇത് കാണുന്നത് ഇത് സ്നേക് സ്കിൻ കോയി. ഇതില് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇതില് റിബണും ഉണ്ട്, നോൺ റിബണും ഉണ്ട്. പ്രിന്റ് വരും. ഇത് ആൽബിനോ വെറൈറ്റി ആണ്. അതെ. ബ്ലാക്ക് ആയി വരുന്നുണ്ട്. ഇതിന്റെ ബ്ലാക്ക് നമ്മളെ ഇല്ല, ഇനി ഉണ്ടോന്ന് അറിയില്ല. എത്ര ശതമാനം സ്റ്റേബിൾ ആണ്? നമുക്ക് റിബണും ഉണ്ട്, നോൺ റിബണും ഉണ്ട്. അതില് നമുക്ക് നോർമൽ ബ്രീഡ് ചെയ്താൽ തന്നെ ചിലപ്പോ റിബൺ ഉള്ളത് കിട്ടും ഈ സ്ട്രെയിനില്. ക്യാപ്പ് ഒരു 80% മേളിലോട്ട് നമുക്ക് ക്യാപ്പ് കിട്ടുന്നുണ്ട്. ഇതിപ്പോ എങ്ങനെ ഒരു മാർക്കറ്റ് ഒക്കെ? ഇത് 200-250 ആ റേഞ്ച് വരും മാർക്കറ്റിൽ അല്ലേ? ഓ, ഇത് ഫീമെയിൽ കാണാൻ രസമുണ്ടല്ലോ. ഇതിപ്പോ ഏതാണ്? ഇത് കോയി ടെക്സ്ചർ ഷോർട്ട് ബോഡി വരുന്നത്. അതെ. ഫീമെയിൽ ഷോർട്ട് ആയിട്ട് ഷോർട്ട് ബലൂൺ പോലെ ഇരിക്കും. മെയിൽ വലിയ സൈസ് വയ്ക്കത്തില്ല, ഫീമെയിൽ നല്ല സൈസ് വയ്ക്കും. എന്ത് വരും ഇതിപ്പോ മാർക്കറ്റിലൊക്കെ? ഇത് 200-250 ആ റേഞ്ച്. ഇത് നല്ല സ്റ്റേബിൾ ആണ്, എല്ലാത്തിനും ക്യാപ്പ് എല്ലാം കിട്ടുന്നുണ്ട്. അടുത്തത് ഏത് ഫാം ആയാലും നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഭവം അത് പ്ലാറ്റിനം റെഡ്. നോർമൽ പ്ലാറ്റിനം അല്ലേ? നോർമൽ പ്ലാറ്റിനം ഫില്ലായി വരുന്നതാണ്. ലോങ് ബോഡി വരുന്നതാണ്. ലോങ് ബോഡി, ഷോർട്ട് ബോഡി അല്ല, ലോങ് ബോഡിയാണ് വരുന്നതാണ്. ഇതിപ്പോ എങ്ങനെ ഒരു മാർക്കറ്റ്? 100-150 ആ റേഞ്ച്. ഇത് വൈൽഡ് റെഡ് വരുന്നത്. അത്യാവശ്യം ഡോർസൽ കിട്ടും ഇതിന്. ഡോർസലും വരും. ഫുൾ ഡോട്ടിലൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റൂലേ? അതെ. ബ്ലാക്ക് ഐ വരുന്നത്. ലോങ് ടെയിൽ നല്ല വരും. ഇത് ഒരുപാട് കുഞ്ഞുങ്ങളെ തരും അല്ലേ? കുഞ്ഞുങ്ങളെ കിട്ടും. ഇതെങ്ങനെ ഒരു മാർക്കറ്റ്? ഇത് 100-150 ആ റേഞ്ച്. ഇത് വൈൽഡ് കോയി, ഗ്ലാസ് ബെല്ലി, സീഫിൻ, ഗള്ളി എന്ന് പറയും. കുറെ ഉണ്ടല്ലോ, എല്ലാം കൂടി. സീഫിനും ഗ്ലാസ് ബെല്ലിയും ഒക്കെ ഗള്ളി ഇയറും. ഇത് കുഞ്ഞുങ്ങളെല്ലാം അതിന്റെ വയറ്റിനകത്ത് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. സീ ത്രൂ കൊയ്യുമാരി. ഇതും എങ്ങനെ സ്റ്റേബിൾ ആയിട്ട് വരുന്നതാ? ഇതിന്ന് റിബണും ഇറങ്ങും, നോൺ റിബണും നോർമലും ഇറങ്ങും. ഫീമെയിലിന്റെ നല്ല ഇത് കാണിക്കണ്ടല്ലോ, ഇയർ കാണിക്കണ്ടല്ലോ. അപ്പൊ ഇത് നമുക്ക് മാർക്കറ്റിൽ, ഇതിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള സംഭവമാണ്. ഇത് ബ്ലൂ പാണ്ട. ഇയർ കാണിക്കുന്നല്ലേ? റിബണാണ്. റിബണും ഇയറും കൂടിയിട്ടുള്ളത് അല്ലേ? അതെ. ചിലവര് നല്ല ഇയർ കാണിക്കണ്ടല്ലോ. ഇതിപ്പോ എന്ത് വരും മാർക്കറ്റിലൊക്കെ? 100-150 ആ റേഞ്ചിലാണ് വരുന്നത്. സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അടുത്ത് മെറ്റൽ റെഡ് റോസ് ടെയിൽ വരുന്നത്. ഭയങ്കര സംഭവം അല്ലേ അതിന്റെ ടെയില്? അതെ. ആ മെറ്റൽ ബോഡിയില്, ആ മെറ്റൽ കളർ വരുന്നത്. ബ്ലാക്ക് ഐലല്ലത്? ബ്ലാക്ക് ഐ. ഇതൊക്കെ എപ്പോഴും ആളുകൾ ചോദിച്ചു വരുന്ന ഒരു ഐറ്റം. എപ്പോഴും പോകുന്ന വെറൈറ്റി ആണ്. എന്താ റേഞ്ച് വരും ഇപ്പൊ? 100-150 ആ റേഞ്ച്. അതെ. ഇത് മജന്ത ഇയർ.
മജന്ത കളറാണ് ബോഡിയിൽ വരുന്നത് അല്ലേ? അതെ, ചെറിയൊരു ബ്ലൂ ഷെയ്ഡും കാണും അതില്. ബ്ലൂ ഷെയ്ഡും കാണിക്കും. ഇത് നമുക്കിപ്പോ ഏത് കളർ വേറെ കിട്ടില്ലേ? ഇത് രണ്ട് ടൈപ്പ് ഇറങ്ങും. ഇത് പ്യുർ മജന്ത ഇറങ്ങും, പിന്നെ ഒന്ന് വന്നിട്ട് മജന്തയിൽ തന്നെ ഒരു ചെറിയ ബ്ലൂ ഷെയ്ഡ് വരുന്ന ടൈപ്പ് ഇറങ്ങുന്നുണ്ട്. ഇതെന്തൊരു റേഞ്ച്? ഇത് 100-150 റേഞ്ച്. പ്ലാറ്റിനം വൈറ്റ് ഡംബോ അല്ലേ? അതെ. ഇപ്പൊ ഇത് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് ഉള്ള റേറ്റ് വരുന്നതാണ്. നല്ല സ്റ്റേബിൾ ആയിട്ടാണ്, വേറെ ഒരു കളർ ചേർന്നില്ല. നമുക്ക് 4 മാസം വേണം കറക്റ്റ് ആ ഇയറും ടൈലും എല്ലാം കറക്റ്റ് അറിയണമെങ്കിൽ. അങ്ങനെ ഉണ്ടല്ലേ? ഇതിപ്പോ എന്തൊരു റേഞ്ച്? ഇത് 200-250 റേഞ്ച്. ഇത് HB റെഡ്. ഓ, നല്ല വലിപ്പമുണ്ടല്ലോ മേല്. നമ്മളെ ബ്രസീൽ റെഡിന്റെ ഒരു ഇതില്ലേ? അതെ, ഇത് നമ്മള് അടുത്ത് ബൾക്ക് ചെയ്യാൻ വേണ്ട പ്ലാനാണ്. സെറ്റപ്പ് ആക്കി അല്ലേ? അപ്പൊ അതിനുള്ള ബ്രൂഡാണ് നമ്മൾ ഈ കാണുന്നത്. സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് ചില്ലി മൊത്തയ്ക്കും ഫുൾ ബ്ലാക്ക് ചെയ്യാൻ പോവാ അല്ലേ? അപ്പൊ അത് കറക്റ്റ് കിട്ടും. സ്റ്റേബിൾ ആയിട്ടാണ്. അപ്പൊ എന്താ റേഞ്ച് വരുന്നത് മാർക്കറ്റ്? 100-150 റേഞ്ച്. ഇതും നമ്മളൊരു ഫാമായ നിർബന്ധമായിട്ട് വേണ്ട സംഭവം. ഫുൾ റെഡ്. ഇത് നോർമൽ ഫുൾ റെഡ് ആണോ അതോ ഡോർസിലുണ്ട്, അത്രക്കില്ല എങ്കിലും നോർമൽ ആയിട്ടാണ്. നല്ല ലോങ് ടൈൽ വരുന്നുണ്ട്. കട്ട ഫുൾ റെഡ് ആയിട്ട് അല്ലേ? ഇതെന്ത് റേഞ്ച് വരും? ഇത് 100-150 റേഞ്ച്. ഇത് സിൽവറാഡോ HB റെഡ്. വരുന്നതാണ്. സിൽവറാഡോയുടെ ബോഡി സിൽവറാഡോ ആണ്, ആ ബോഡിയുടെ കളർ റെഡ് ടൈലും വരുന്നത്. ബ്ലാക്ക് ടൈല്. ഇതിപ്പോ എങ്ങനെ വരും മാർക്കറ്റിലൊക്കെ? ഇത് 100-150 ആ റേഞ്ച് തന്നെ. അതെ. ഓ, ഇത് നമ്മൾ ഇയറുള്ളതാണ് അല്ലേ? അപ്പൊ ഇയറുള്ളതാണ് ഫീമെയിലിന് നല്ല ബ്ലാക്ക് വരുന്നത് അല്ലേ? ഇത് റെഡ് ഇയർ കോയി. അപ്പൊ നമ്മളിപ്പോ ഈ ഇതില് കാണിക്കുന്നത് നല്ല രസമുണ്ടല്ലോ. ഇത് ബ്രൂഡാണ്. ഈ ബ്രൂഡിന് ഇപ്പൊ എത്ര മാസം പ്രായമായിട്ടുണ്ട്? ഇതൊരു 6 മാസം മേളിലായിട്ടുണ്ടാവും. 6 മാസത്തിന്റെ പ്രായമാണ്. നമുക്ക് ഇതില് ഗ്ലാസ് കാണിക്കാനാണ് ഇപ്പൊ കൊടുക്കാനുള്ളത് അല്ലേ? അതെ. അപ്പൊ ഈ റെഡ് ഇയർ വരണമെങ്കിൽ നമുക്ക് എത്ര മാസം കഴിയണം? 4 മാസം ആയാലും ഫുള്ള് ഇയറിൽ റെഡ് ആവുള്ളൂ. നമുക്കൊരു 2-2.5 മാസത്തില് റെഡ് ഷെയ്ഡ് കാണിച്ചു തുടങ്ങും. ഈ ലൈനില് നമ്മളിപ്പോ ബ്രോഡ് കണ്ട മാതിരി നമ്മളിപ്പോ നേരത്തെ ക്ലാസ് കണ്ട ആ സൈസിക്ക് എത്തും അല്ലേ? പിന്നെ ഒരു ഫുൾ റെഡിന്റെ ആ മാതിരി ഫീമെയിൽ ഫുള്ള് റെഡ് വരും. അത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അത് പാർട്ട് നിൽക്കുന്ന അറിയാൻ പറ്റില്ല. ഇതിപ്പോ എന്തായിരിക്കും മാർക്കറ്റിലൊക്കെ റേഞ്ച് വരിക? ഇത് 200-250 റേഞ്ച്. ഇത് എന്താണ്? ഇതും ഫുൾ ബ്ലാക്ക് ഇയറിന്റെ. ഇത്രയും സൈസ് ഇത് കുഞ്ഞുങ്ങൾ കഴിക്കത്തൊന്നുമില്ല. ഇല്ല അല്ലേ? നല്ല സൈസ് വെക്കുന്നുണ്ടല്ലോ ബോഡി. അപ്പൊ ഇത് മെയിൽ 1-2 മെയിൽ ഇട്ടിട്ടുണ്ട് അല്ലേ? ഇത് പർപ്പിൾ ബെറി ഡ്രാഗൺ. ഓക്കെ. ഇപ്പൊ തരംഗമായിട്ട് വന്നിരിക്കുന്നു. കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് വരുന്ന സംഭവം. അതെ, ഇപ്പൊ അങ്ങനെ അധികം ആരെങ്കിലും കിട്ടായില്ല. ഇതല്ലേ? ഇയറും കാണിക്കും, നല്ല ബ്ലൂ കാണിക്കും. നമ്മള് ഈ ഗ്ലാസ് കാണിക്കുന്ന കൊടുക്കാനുള്ള സൈസ്. മറ്റു നമ്മൾ കാണിക്കുന്നത് അതിന്റെ ബ്രൂഡാണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ അത്രയും ടൈലും ഇയറും നന്നായിട്ട് കാണിക്കും. ഇത് എന്തൊരു റേഞ്ച് ഒക്കെ? ഇത് 100-150 റേഞ്ച്. അടുത്തത് ഫുൾ ഗോൾഡ്. നോർമൽ ഫുൾ ഗോൾഡ് അല്ലേ? നോർമൽ. റിബൺ ഒന്നും അല്ലല്ലോ? അല്ല. 916 ഗോൾഡ് തന്നെ പറയാം അല്ലേ? നല്ല ഗോൾഡ് കളർ ആയിട്ട്. പ്രായം കൂടുന്നതാണ് നല്ല ഗോൾഡ് കളർ ഫീമെയിൽ കയറി വരിക. പിന്നെ അതും പോയിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല ഫുൾ കവർ ആവും. കുറച്ച് ആൾഗേ വാട്ടറും കൂടി ഉണ്ടെങ്കിൽ നന്നായിട്ട് അറിയാൻ പറ്റും. ഇതെന്ത് റേഞ്ച് വരും? 100-150 റേഞ്ച് തന്നെ. നമ്മൾ ഇവിടേക്ക് എത്തിയില്ലേ? അതെ. ഇവിടെ ഫുൾ ബ്ലാക്ക് ഇവിടെ അത്യാവശ്യം ചെയ്യണ്ടല്ലോ. ഇതൊക്കെ ഫുൾ ബ്ലാക്ക് അല്ലേ?
ഇവിടെ നമുക്ക് ഏതാ നോക്കാനുള്ളത്? ഫ്രണ്ട്സ്, നമ്മൾ പഴയ കാലത്ത് ഗപ്പികൾ, ഒരുപാട് ഗപ്പികൾ ഇപ്പോൾ കുറെ കിട്ടാല്ലേ അല്ലേ? എനിക്ക് പഴയ കാലത്ത് ഗപ്പികൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഗപ്പികൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാണ് നമ്മളെ പർപ്പിൾ മൊസൈക്ക്. പർപ്പിൾ മൊസൈക്ക് പറഞ്ഞ ഒരു തരംഗ അന്നത്തെ കാലത്ത് വലിയ സൈസുള്ള പർപ്പിൾ മൊസൈക്ക്. പർപ്പിൾ കളർ ഇറങ്ങുന്നത് നല്ല അടിപൊളി സംഭവമായിരുന്നു. അതിന്റെ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും അതിൽ റെഡ് കളർ ഇറങ്ങുമെങ്കിലും കൂടുതൽ ആരാധകർ നമ്മളെ പർപ്പിൾ മൊസൈക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ അരുണ്ട കയ്യിൽ ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? പർപ്പിൾ മൊസൈക്കിന്റെ പ്രിന്റഡ് ഇയർ ആണ്. അതിപ്പോൾ ഇവിടെ ഉണ്ട്. അത് അത്യാവശ്യം നല്ല ജുവൽ സൈസിൽ ഇവിടെ കൊടുക്കാനുണ്ട്. അതിൽ റെഡ് കളർ ഇറങ്ങി പോലും പക്ഷേ പർപ്പിൾ ഒരു സംഭവമാണ്. അത് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അധികം വിരളമായിട്ട് മാത്രമേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പർപ്പിൾ മൊസൈക്കിന്റെ ഈ ഒരു ലൈനേജ് ഇപ്പോൾ കിട്ടാനുള്ളൂ. ബാക്കിയുള്ള ഒരുപാട് ലൈനേജ് മാറിയതാണ് പല കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമ്മുടെ പർപ്പിൾ മൊസൈക്കിന്റെ ആ പ്രിന്റഡ് ഇയർ നോക്കി നോക്കാം. പ്രിന്റഡ് ഇയർ അല്ലേ? അതിവിടെ ചെയ്യുന്നുണ്ടല്ലേ? ടോപ്പി നല്ല രസം കാണാം അതല്ലേ? അടിപൊളി. പിന്നെ ഇതില് റെഡ് ഇറങ്ങും അല്ലേ? റെഡ് വരും. പിന്നെ ഡയമണ്ട് ഇറങ്ങുണ്ടോ? ഡയമണ്ട് ഇല്ല, റെഡ് കൂടുതൽ നമുക്ക് ഈ പർപ്പിൾ കിട്ടുന്നുണ്ട്. പർപ്പിൾ ഉണ്ട്. അറേഞ്ച് ഇതിപ്പോ എങ്ങനെ റേഞ്ച് വരും? ഇത് 100-150 അറേഞ്ച്. അതെ. ഇപ്പൊ മെയിലുകൾ മാത്രം ഇപ്പൊ ഈ ടാങ്കിലേക്ക് ആക്കിയത്. ഫീമെയിൽ ജൂനിയർ സൈസാ അപ്പൊ ഇതിലെ ഇത് പ്ലാറ്റിനം കോയി അല്ലേ? ഇതിപ്പോ എങ്ങനെ നമുക്ക് എത്ര ശതമാനം സ്റ്റേബിൾ പറയാം? ഇത് പുതിയ ലൈനാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇത് കാണിച്ചത് ചെറിയ സൈസാണ്. ഇത് അത്യാവശ്യം നല്ല വലിയ ഇയർ വയ്ക്കും. നല്ല ഇയർ വരും അല്ലേ? നമ്മള് സാധാ പ്ലാറ്റിനം റെഡിന്റെ ആ ഇയർ കാണിക്കും. റേഞ്ച് ഇതിപ്പോ എന്തൊരു മാർക്കറ്റിലൊക്കെ റേഞ്ച്? ഇത് 200-250 റേഞ്ച്. അപ്പോ നമ്മളിപ്പോ ഗപ്പികളത് കഴിഞ്ഞ് ഇനി നോക്കാനുള്ളത് വെൽറ്റെയിൽ സീബ്ര ഉണ്ട്, പോളാർ പാരറ്റ്. വെൽറ്റെയിൽ സീബ്ര ഉണ്ട് അല്ലേ? അപ്പൊ വെൽറ്റെയിൽ സീബ്ര അധികം ആളുകൾക്ക് ഇപ്പൊ ഇല്ലല്ലോ, കുറെ ആൾക്ക് ഇല്ലല്ലോ വെൽറ്റെയിൽ സീബ്ര ഒക്കെ നിർത്തിയില്ലേ? അപ്പൊ മാർക്കറ്റിൽ വരാൻ തരംഗം പോവുകയാണ്. നമ്മള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാകും വെൽറ്റെയിൽ സീബ്ര, ഗ്രീൻ സീബ്ര, അതിന്റെ ഇയറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ബ്ലാക്കിൽ. അതിപ്പോ ഇഷ്ടം പോലെ കൊടുക്കാണ്ട് അല്ലേ? മീഡിയം പെയർ ആയിട്ടൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ട്. വെൽറ്റെയിൽ സീബ്ര അപ്പൊ അതിന്റെ ഗ്രീൻ മാത്രമേ ഉള്ളൂ? ഗ്രീൻ ഉണ്ട്, അതിന്റെ ബ്ലൂ ഉണ്ട്. നമ്മളിപ്പോ ഒരു ഓറഞ്ച് നമ്മള് ട്രൈ ചെയ്യണുണ്ട്. അതെ, ഒരുവിധം കിട്ടി വരുന്നുണ്ട്. അപ്പോൾ വെൽറ്റെയിൽ സീബ്ര ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അത് നമുക്ക് നോക്കി നോക്കാം. സംഭവം അല്ലേ? നമ്മൾ അക്കൂറത്തിലപ്പോ കാണിക്കുന്നത് ബ്ലാക്ക് എടുത്ത് നോക്കാം. ബ്ലാക്ക് എടുക്കുമ്പോൾ അതിന്റെ ഭംഗി ശരിക്കും കാണാല്ലേ? എങ്ങനെ അറിയാൻ പറ്റത്തില്ല. ഇതിപ്പോ എത്ര മാസം പ്രായം ഇതിപ്പോ കാണിക്കുന്നത്? ഇതൊരു 4 മാസം. ഇത് ഫുൾ സൈസ് ആണ്. ഫുൾ സൈസ് ആയതാണ് കാണിക്കുന്നത്. ചെറിയ സൈസാണ് കൊടുക്കാനുള്ളത്. ഇത് എങ്ങനെ ശരിക്കും ബ്രീഡിംഗ് നടന്നത്? ഇത് 2 രീതിയിൽ ചെയ്യാം. നമുക്ക് കേജ് വെച്ചും ചെയ്യാം, അല്ലാണ്ട് ഓപ്പൺ ആയിട്ട് തന്നെ തുറന്നു വിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കേജ് വെച്ച് ചെയ്യണം ഏറ്റവും നല്ലത്. ഇപ്പൊ നമുക്ക് ഇതിൽ കാണിക്കുന്നത് ഇപ്പൊ വലിയ സൈസ്, ഇതിന്റെ ചെറിയ സൈസ് എങ്ങനെ വരും മാർക്കറ്റിലൊക്കെ? 100 റേഞ്ച് ഒക്കെ പേരിനാ വരുന്നത്. പേർ 100 രൂപ. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മള് സീബ്രയുടെ കഴിഞ്ഞു. ഇനി ഇവിടെ പോളാർ പാരറ്റ്. നമ്മൾ അതിന്റെ വൈറ്റും ഉണ്ട്, ബ്ലൂ ഉണ്ട്. അപ്പൊ പോളാർ പാരറ്റ് ഇവിടെ ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട്. മൊത്തമായിട്ടുണ്ട്, ചില്ലറായിട്ടുണ്ട്. അതിന്റെ ബ്രീഡിംഗ് പെയർ ആയിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ബ്രീഡിംഗ് പെയർ പറഞ്ഞാൽ ശരിക്കും എന്താ ബ്രീഡിംഗ് പെയർ പറഞ്ഞാൽ നമുക്ക് കൺഫേം ആയിട്ടില്ലേ? കൺഫേം ആയിട്ടുള്ളത് അത് ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യം കൂടെ നമുക്ക് നോക്കാം. ഇതിപ്പോ വെച്ചത് ബ്രീഡിംഗ് കേജിലൊക്കെ ഇതെല്ലാം സെയിലിന് ഇപ്പൊ കൊടുക്കാൻ വേണ്ടിട്ട് ഇട്ടിട്ടുള്ളതാണ്. പെയർ ഇതെല്ലാം കൺഫേം പെയറാണ്. എന്ന് വെച്ചാൽ നമ്മൾ വേറെ ഡ്രമ്മിലോട്ട് മാറ്റി അവിടെ എഗ് ലേ ചെയ്ത് വിരിഞ്ഞ് എന്നുള്ള കൺഫേം ആയ സാധനമാണ് ഇതെല്ലാം നമ്മൾ സെയിലിന് വേണ്ടി ഇട്ടിട്ടുള്ളത്. 2 ടൈപ്പ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈറ്റും ഉണ്ട്. കാണിച്ചു തരാം. ഇതില് ആ കളറ് ചെറിയ സൈസ് കണ്ടില്ലേ, അതാണ് ഫീമെയില്. എഗ് ലോഡായിട്ട് ഇപ്പുണ്ട്. മെയില് നല്ല സൈസ് ആയിരിക്കും, ഫീമെയിൽ വന്നിട്ട് സൈസ് ചെറുതായിരിക്കും. നമുക്കൊരു 150 ആ റേഞ്ച് നമുക്ക് കുറഞ്ഞത് കിട്ടും. ബ്രീഡിംഗ് വളരെ ഈസിയാണ്. ഇതിന് അടുത്ത് ഇപ്പോ ഒരു ടാങ്കിനകത്ത് ഇപ്പം ബ്രീഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ചെറിയ സൈസ് അപ്പോഴത്തേക്കും ഒരു 2 അല്ലെങ്കിൽ 3 ആഴ്ച ആ ടൈം ആകുമ്പോൾ അടുത്ത് വീണ്ടും ബ്രീഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇതിനെ മാറ്റി വേറെ ടാങ്കിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇത് എന്റെ കുഞ്ഞിനെ ഇത് തന്നെ ചിലപ്പോ കഴിച്ച് കളയും.
ഇനി നമുക്ക് ഇതിന്റെ വൈറ്റ് കൂടി നോക്കാം. വൈറ്റ് നോക്കാം. ഇതാണ് ഗ്ലാസ് കാണിക്കുന്ന White, വൈറ്റ് സൈസാണ് കാണിക്കുന്നത്. ഇവിടെ പേരനാണ്, കൺഫേം പേരാണ്. ഇതും ഫീമെയിൽ ചെറുതും മെയിലും വലുതാണ്. അപ്പൊ ഇതില് നമുക്ക് ഈ വൈറ്റിൽ നിന്ന് ബ്ലൂ ഇറങ്ങും, അത് എങ്ങനെയാണ് നമുക്ക്? അങ്ങനെ ഇറങ്ങത്തില്ല നമ്മള്. പക്ഷെ ഇവിടെ വന്നിട്ട് ഇപ്പൊ നമ്മള് പെയർ ആക്കി ഇടണല്ല, നമ്മളൊരു മെയിൽ ഫീമെയിൽ ആക്കി എടുത്ത് ഇടണല്ല. ഇതിപ്പോ നമ്മള് നല്ല ക്വാളിറ്റി ഉള്ള നോക്കി നമ്മളൊരു ടാങ്കിലോട്ട് മാറ്റും. അവിടെ നിന്ന് പെയർ ആവണേനെ പിടിച്ച് ഓരോ ഡ്രമ്മിലോട്ട് ഇടും. അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെ പെയർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വൈറ്റും ഇപ്പോ എങ്ങനെ പറഞ്ഞുതരാ, ഇപ്പൊ മെയിൽ വന്നിട്ട് വൈറ്റും ഫീമെയിൽ വന്നിട്ട് ബ്ലൂ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടണുണ്ട്. നമ്മൾ പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ നിൽക്കുന്നില്ല, അതിനെ വീണ്ടും എടുത്തിടുകയാണ്. ഇവിടുത്തെ നമുക്ക് അങ്ങനെ ആവശ്യമുള്ളവർക്ക് നമുക്ക് 2 കളർ അതിൽ നിന്ന് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ അങ്ങനെ കിട്ടും. നമുക്ക് ബ്ലൂവും കിട്ടും വൈറ്റും കിട്ടും. അല്ലാതെ ബ്ലൂ ഇട്ട് കഴിഞ്ഞാൽ മിക്കതും സെയിം കളർ തന്നെയാണ് വരുന്നത്. അപ്പൊ എങ്ങനെ ഇതിന്റെ മാർക്കറ്റ് റേഞ്ച് ഒക്കെ വരുന്നത്? ഇത് 250-300 ആ റേഞ്ച്. ഏത് കളറിനും? ഏത് കളർ, വൈറ്റ് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും. അതെ. കൺഫേം പെയർ. അത് നമുക്ക് പീസ് ഒക്കെ ആകുമ്പോൾ എങ്ങനെ മാർക്കറ്റിലൊക്കെ പീസ് 100-150 ആ റേഞ്ച് ഒക്കെയാണ് വരുന്നത്. ഇതിപ്പോ ഫീമെയിലും മെയിലും ഒന്നും പറയാൻ പറ്റില്ല. ഇല്ല, അങ്ങനെയാണ് പീസ് ആയിട്ട് കൊടുക്കും. സൗണ്ടിലെ കഴിക്കുന്ന സൗണ്ടിലെ കടിച്ചിങ്ങനെ മാതിരി. നമുക്ക് ഹോൾസെയിൽ ഒക്കെ ഉണ്ടാവും. ഹോൾസെയിൽ ഉണ്ട്. കൂടുതലും പേരാണ് പോണത്. ഇതെല്ലാം സെയിലിനുള്ളതാണ്, കൊടുക്കാനുള്ളത്. ഇതാണ് പീസ് ആയിട്ട് കൊടുക്കാനുള്ളത്. അതെ. നമുക്ക് മൊത്തമായിട്ട് കൊടുക്കാണ്ടാവും. ഉണ്ട്. നമുക്ക് എങ്ങനെ മിനിമം എത്ര പീസ് മൊത്തം എടുക്കണമെങ്കിൽ? മിനിമം 50 പീസ്. 50 പീസ് ആയിട്ട് 25 പെയറായിട്ട്. അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരുമിച്ചിടുമ്പോ അവര് എന്തെങ്കിലും കുഴപ്പങ്ങളൊന്നുമില്ല? കൊത്തും. ഇത് വലിയ സൈസാണ്. 1-2 ഒക്കെ ഇടയ്ക്ക് കൊത്ത് കിട്ടി ചാവുന്നുണ്ട്. കൊണ്ടുപോകും. ഇതിവിടെ ബ്രീഡ് ആയതാ? അപ്പൊ നമ്മളിവിടെ ബ്രീഡ് ചെയ്യണതിന് ഇത്തിരി സൈസ് ആക്കുമ്പോഴത്തേക്കും കുളത്തിനകത്ത് ഇറക്കും. അതിനകത്തൊരു 4-5 മാസം അതിനകത്ത് ഹോൾഡ് ചെയ്യും. എന്നിട്ട് ഫുൾ സൈസ് ആയതിനു ശേഷം ഫുള്ള് പിടിച്ച് എടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ നല്ല ക്വാളിറ്റികൾ നോക്കി സെലക്ട് ചെയ്ത് വേറെ ടാങ്കിലാക്കി അതിൽ നിന്ന് പേരെടുക്കുന്നത്. ഇത് പോളാർ പേരിട്ട് എല്ലാം പേരാണ്. ടാങ്കിൽ നിന്ന് പേര് മാറി നിൽക്കുന്ന പേരിനെ നമ്മൾ പിടിച്ച് ഇതിനകത്ത് ഡ്രമ്മിലോട്ട് ആക്കും. ഇതിനകത്ത് എഗ് ലേ ചെയ്ത് വിരിഞ്ഞു എന്ന് കൺഫേം ആയതിനെ മാത്രമേ നമ്മൾ കൺഫേം പേരായിട്ട് നമ്മൾ കൊടുക്കത്തുള്ളൂ. സെറ്റ് ചെയ്തിട്ടുള്ള. അപ്പൊ ആ ടാങ്കിൽ നിന്ന് കണ്ടത് ഇപ്പൊ എങ്ങനെ മനസ്സിലാക്കിയപ്പോ ഒരുമിച്ച് അങ്ങനെ അത് മാറി നിൽക്കും. പേരാകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് ചട്ടി പൈപ്പൊക്കെ വെച്ച് കൊടുക്കും. അപ്പൊ ഒന്ന് ചട്ടിക്കകത്ത് അല്ലെങ്കിൽ ചട്ടിയെ വലം ചുറ്റി അങ്ങനെ നിൽക്കും. അപ്പൊ നമ്മൾ അതിനെ കോരിയെടുത്ത് ഇതിലോട്ട് കൊണ്ടുവന്നിടും. ഉറപ്പിച്ചോളൂ. അതെ. ഇല്ല. പിന്നെ കൊത്തൂടും കാര്യങ്ങളൊന്നും ഇല്ല. അവരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ലത്. നമ്മൾ സെലക്ട് ചെയ്യണതിനേക്കാളും അത് സെലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഫീമെയിൽ വന്നിട്ട് വൈറ്റ്, മെയില് വന്നിട്ട് ബ്ലൂ ആണ്. ഇതിപ്പോ നമ്മൾ പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ നിൽക്കാത്തതാണ്. അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. ഇതിന് നമുക്ക് 2 കളർ ഇറങ്ങും. 2 കളർ ഇറങ്ങും. ഇപ്പൊ ഓരോ ഡ്രമ്മില് ഓരോ പേര് വെച്ചാണ് എല്ലാത്തിലും ഇട്ടിട്ടുള്ളത്. അതില് വൈറ്റ് കറക്കം. ഇതില് പേര് അതിനകത്തായി കൊണ്ടുവരണം. ഇതില് ബ്ലൂ ആണ്. ബ്ലൂ അല്ലേ? ബ്ലൂ. ഇവർക്ക് നല്ല ആയുസ് നല്ലോണ്ട് അല്ലേ ഇവർക്ക്? ഇവർക്ക് പൊളാറിന് പ്രത്യേകിച്ച് ഫുഡ് എന്തെങ്കിലും കാര്യം ചെയ്യണ്ടോ? ഇല്ല, നമ്മൾ ഫാം ഫീഡ് ചെയ്യാൻ യൂസ് ചെയ്യണം. പിന്നെ കുഞ്ഞിന് വന്നിട്ട് മൊയിന ആർട്ടിമി അത് കൊടുക്കുന്നുണ്ട്. നല്ല ഗ്രോത്ത് ഇടുന്നുണ്ട്. ഇതിലൊക്കെ എന്തൊക്കെയാണ് വലിയ സെറ്റാക്കി നടന്നത്? ഇത് നമ്മളെ ബ്രൂഡ് കോഴി കാർപ്പിനകത്താണ്. പിന്നെ ഇത് നമ്മളെ സ്റ്റോറേജ് ടാങ്ക്. ഇതിപ്പം വെള്ളമില്ല, വെള്ളം നമുക്ക് അങ്ങോട്ട് എടുത്ത് ഇട്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ വെള്ളം നമ്മൾ ഇതിനകത്ത് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം പിടിച്ചിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം പമ്പ് ചെയ്യണം. ഒരുപാട് വെള്ളം ആവശ്യമുണ്ട്. അതെ. കിണർ വെള്ളം നിറച്ചിടും. കിട്ടും. ഇതിപ്പം എന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തോണ്ടിരിക്കും. ഇതിപ്പം ഫുള്ള് ഇന്നലെ അപ്പുറത്തിപ്പുറത്തൊക്കെ എടുത്തപ്പോഴത്തേക്ക് തീർത്തതാണ്, വാട്ടർ ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും. ഇനി ഇന്ന് വീണ്ടും അടിച്ച് ഇടും. ഇപ്പൊ നമ്മൾ വീണ്ടും ഒരു ടാങ്ക് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വേനലാകുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ എപ്പോഴും ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി 2 സ്റ്റോർ ചെയ്യാൻ വേണ്ടി 2 ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ എന്താ ഇത് അലിഗേറ്റർ കാർ. ഉണ്ടല്ലേ? ഇത് എത്ര അടി ചെയ്താ? ഇതിപ്പോ ഒരു 3 അടി അടുപ്പിച്ച്. 3 അടിന്റെ അടുത്ത് കയ്യൊക്കെ പറ്റുമോ? നല്ല കമ്പനിയായി കിടക്കുന്ന. അതെ, നല്ല ഇണങ്ങിയില്ലേ? എത്ര ഏജ് ഉണ്ടേന്? ഇതിപ്പോ ഒരു 1.5 വയസ്സ് കഴിഞ്ഞു. 1.5 വയസ്സ് കഴിഞ്ഞു. പെറ്റായിട്ട് വളർത്തപ്പോ? സെയിലിനല്ല, ഇവിടുത്തെ ഹോബിക്ക് വേണ്ടിട്ടല്ലേ? ഒരു കുഴപ്പമില്ല, കൈകൊണ്ട് തൊടുമ്പോ അല്ലേ? ഇല്ല. എന്തായാലും ഫീഡ് കൊടുക്കുന്നത്? ഇത് നമ്മളെ ഇവിടുത്തെ ചെറിയ ചെറിയ മീനുകൾ തന്നെ. പുറത്തുള്ള ഒരു മീനും കൊടുക്കുന്നില്ല, എല്ലാം ഇവിടെ ഉള്ള ലൈവ്. അപ്പൊ ഇതെന്താ ഇതില് ഈ വലിയ? ഇതിനകത്ത് മൊയിന, നമുക്ക് ഇവിടെ ഫിഷിന് ആവശ്യമുള്ള മൊയിന നമ്മള് കൾച്ചർ ചെയ്യുന്ന ഇതിനകത്താണ്. ഇത്രയും വലിയ ഇതിൽ ചെയ്യുന്നത്? ഇത്രയും ആവശ്യം വേണം, ആവശ്യമുണ്ട്. മൊയിന അവിടുന്ന് കൊടുക്കണ്ടോ ഇപ്പൊ? സെയിലിനുണ്ട്. എങ്ങനെ റേഞ്ച് വരൊക്കെ? ഇത് ഒരു കൾച്ചർ നമ്മൾ 50 ആയിട്ടാണ്. കൊറിയർ എക്സ്ട്രാ ആണ്. അതിപ്പോ ഫിഷിനായാലും അങ്ങനെയാണ്. ഇത് നല്ലോണം നിറഞ്ഞിരിക്കും അല്ലേ? നിറഞ്ഞിരിക്കും. ദിവസം കോരലുണ്ടായിരുന്നു? ദിവസം എടുക്കും. ഇത് പ്ലാറ്റികളാണുള്ളത്? അതെ, ഇത് റൂബിനോസ് പ്ലാറ്റി എന്ന് പറയും. റൂബിനോസ് പ്ലാറ്റി. ഈ മെയിലിന് ചെറിയ ഡോർസലൊക്കെ ഉണ്ട്. ഇവിടെ ബ്രീഡ് ആയതാണ് എല്ലാം ബ്രീഡ് ചെയ്യണം. ഇവിടെ ബ്രീഡ് ആയതാ? പ്ലാറ്റിയിലെ പുതിയ വെറൈറ്റി അല്ലേ? ഇതെന്ത് വരും റേഞ്ച് ഒക്കെ മാർക്കറ്റിലൊക്കെ? ഇത് 80-100 ആ റേഞ്ച് വരുന്നുണ്ടല്ലേ? പെയർ ആയിട്ട് കിട്ടും. പെയർ ഇത് നമ്മള് കോമൺ ആയിട്ട് കണ്ട മിക്കി മൗസ് ഫ്ലാറ്റുകൾ. ഇത് ഇവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ടല്ലേ? അതെ. ഇതിപ്പോ എന്ത് റേഞ്ച് വരും മാർക്കറ്റൊക്കെ? ഇപ്പൊ 30-40 ആ റേഞ്ച്. ആ റേഞ്ചിലാണ് വരുന്നത്. നല്ല കളർഫുൾ ആണ് അല്ലേ മിക്കി മൗസ്? അതെ. ഇത് പാരഡൈസ് ഗൗറാമി എന്ന് പറയും. ഇതിന്റെ പേര് നമുക്ക് കൊടുക്കാണ്ട്. അവിടെ അപ്പുറത്തെ വീട് അതിന്റെ കൂടെ ബബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെ വരും കൺഫേം ഒക്കെ? 250-300 ആ റേഞ്ച്. ഇതൊരു ചാമ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഇവിടത്തേക്ക് എയറേഷന് വേണ്ടിയിട്ട് ഇപ്പൊ മോട്ടർ വെച്ചിട്ടുണ്ട്. മോട്ടറിൽ നിന്ന് ഒരു ചാമ്പർ സെറ്റ് ചെയ്ത് അതിൽ നിന്ന് വീണ്ടും 2-3 വാൾവ് സെറ്റ് ചെയ്ത് പുറത്തോട്ട് പോകും. ഇപ്പൊ നമുക്ക് നമ്മുടെ മോട്ടറിന് ലൈഫ് കൂടുതൽ കിട്ടും. അതിനുവേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പം JTP അല്ല, സോറി, ഇത് HAP 120. ഇല്ല, ഇതിപ്പോ ഇവിടുത്തെ താഴത്തതിന് വേണ്ടി മാത്രമാണ്. ബാക്കിയൊക്കെ വേറെ ചെയ്തിട്ടുണ്ട്. അതെ. അത് കറണ്ട് പോയാ വർക്ക് ചെയ്യോ? ഇൻവേർട്ടർ ഉണ്ട്. എല്ലാം ഉണ്ട്. അതെ. ഈ ടാങ്കിൽ കാണാൻ നല്ല രസമുണ്ടല്ലോ. അടിപൊളി. ഇതിപ്പോ കൂടുതൽ കളർ മറ്റാണല്ലോ കൂടുതൽ. ഇതെല്ലാം സെയിൽ ആയതാണ്. ഒരുപാട് ഉണ്ടായിരുന്നു, ഇനി കുറച്ചേ ഉള്ളൂ. ഇത് കൊടുക്കാനുള്ളത് എന്ത് വരും ഇതൊക്കെ? ഇത് 40-50 ആ റേഞ്ച്. എല്ലാ കളറിനോ? ഇല്ല, വൈറ്റിന് റേറ്റ് കുറവാണ്. ബാക്കിയുള്ള കളർ വൈറ്റ് എത്ര വരും ഇപ്പൊ മാർക്കറ്റൊക്കെ? അത് വന്നിട്ട് പേര് 20-25 ആ റേഞ്ച്. കൊയ്ക്കാർപ്പാള് അവൈലബിൾ അല്ലേ? കൊയ്ക്കാർപ്പാള് ഇപ്പൊ ഉണ്ട്. ഏത് കൊയ്ക്കാർപ്പാളാണ് ഇപ്പൊ നമ്മളീ കാണുന്നത്? ഇത് നോർമലാണ്. നോർമൽ കൊയ്ക്കാർപ്പാള്. എത്ര ഇഞ്ച് മുതലൊക്കെ ഇവിടെ നമുക്ക് കൊടുക്കാൻ? 2 ഇഞ്ച് തൊട്ടുണ്ട്. 2 ഇഞ്ച്. അത് 2 ഇഞ്ച് എത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ? നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് 10 രൂപ തൊട്ടുണ്ട്. പീസ് 10 രൂപ നമുക്കുണ്ട്. 10 രൂപ തൊട്ടുണ്ട്. ചില്ലറായിട്ട്? ഇതിന്റെ ഹോൾസെയിൽ നമുക്ക് കൊടുക്കണ്ടാവോ? കിട്ടും നമുക്ക്? കിട്ടും. ഇത് റെഡ് തിലാപ്പിയ. എഡിബിൾ ഫിഷ്. അതെ. ഇത് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഉണ്ട്. ഇതിപ്പോ എങ്ങനെ? ഇത് കിലോനാണോ അതോ? ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു പീസ് 4 രൂപ നമുക്ക് കൊടുക്കാം. എത്ര ഇഞ്ചിന്റെ? 1 ഇഞ്ച് സൈസ്. 1 ഇഞ്ച് സൈസ് 4 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. വലിയ സൈസ് എങ്ങനെ കിലോനാണോ? കിലോയ്ക്കും കൊടുക്കും, അല്ലാതെ പീസ് ഇപ്പോ 10, 20, 30, 40, 100 അങ്ങനെയും കൊടുക്കും. ഇത് നമുക്ക് ഓർണമെന്റ് ആയിട്ട് ചിലർ ചെയ്യുന്നുണ്ട്. ഇത് എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യാം, ഓർണമെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളിവിടെ 1 ഏക്കർ സ്ഥലം എന്നല്ല പറഞ്ഞത്. ഇപ്പൊ നല്ല ഉറവുള്ള സ്ഥലമാണല്ലോ ഇവിടെ. അതെ.
അവിടെ ആമ്പലുണ്ടല്ലോ. ആമ്പല് ചെയ്യണുണ്ട്. ഇത് കാണുന്ന ഈ ആമ്പല നല്ല ഭംഗിയില്ലേ? ഇത് പിങ്ക്, നെയിം അറിയത്തില്ല. അതെ. വലിയ സൈസ് വെക്കില്ലേ? എല്ലാ സൈസ് വെക്കില്ലേ? അതെ. ഇല നല്ല വലിപ്പം വെക്കണ്ടല്ലോ. ഇത് ഇല സൈസ് എത്ര വരും അതനുസരിച്ച് പൂവിന്റെ സൈസും വലുതാവും. തൈ കൊടുക്കണ്ടോ? ഉണ്ട്. എന്ത് റേഞ്ച് വരും അപ്പൊ അതൊക്കെ മാർക്കറ്റ്? ഇത് 100-150 ആ റേഞ്ചൊക്കെ ഉള്ളു. അതിന്റെ വൈറ്റ്, അപ്പൊ ഈ വൈറ്റിനൊക്കെ എന്തായിരിക്കും? വൈറ്റിന് 100-നകത്തൊക്കെ ഉള്ളു. അതേമാതിരി നാച്ചുറൽ സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ നല്ല സൈസ് വെക്കും. അതെ. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മുടെ അരുണിന്റെ ഈ ഫാം? തിരുവനന്തപുരം ജില്ലത്തെ ഏറ്റവും വലിയ ഫാം തന്നെയാണ്, നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഗപ്പികൾ കണ്ടു, നമ്മുടെ സീബ്ര കണ്ടു, പിന്നെ പോളാർ പാരറ്റിന്റെ ഒരു സെക്ഷൻ തന്നെ കണ്ടു. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിളാണ്. നമുക്ക് നേരിട്ട് ഇവിടെ വരികയാണെങ്കിൽ ഇപ്പൊ എങ്ങനെ റൂട്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കും? ഇപ്പം വരികയാണെങ്കിൽ നെയ്റ്റിങ്കരയിൽ നിന്ന് പെരുമ്പഴുതൂര് എന്ന് പറയുന്നത് കാട്ടാക്കടയ്ക്കും നെയ്റ്റിങ്കരയ്ക്കും ഇടയ്ക്കാണ്. അവിടെ നിന്ന് നേരെ വിഷ്ണുപുരം കഴിഞ്ഞ് വിഷ്ണുപുരം ക്ഷേത്രം, അവിടെ നിന്ന് കുറച്ചുള്ളിലോട്ടാണ്, ഒരു 500 മീറ്റർ അകത്തോട്ടാണ്. നമ്മളെ ലൊക്കേഷൻ തന്നെ റോഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാലും ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും ചെയ്യും. അപ്പൊ ഇവിടെ വന്നിട്ട് നേരിട്ട് ആളെപ്പോഴും ഉണ്ടാവും? ഉണ്ടാവും. ഇവിടെ വീട്ടില് കാണും, പിന്നെ സ്റ്റാഫ് ഉണ്ട്. അവര് നോക്കിക്കോളും. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഫാം? അടിപൊളിയായിട്ടില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ ലൊക്കേഷൻ എല്ലാവർക്കും ബൈ.